താഴത്തേക്ക് പോകുന്ന റോഡാണ്. ഇതിൽ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു എത്ര കറക്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല റോഡാണ്. നേരെ പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ, നല്ല VIP ഏരിയ ആണ് കേട്ടോ. നല്ല വീടുകളുള്ള ഏരിയ ആണ്. ഉദ്യോഗസ്ഥന്മാർ മാത്രം താമസിക്കുന്ന ഏരിയ ആണ്. കണ്ടോ, വീടുകൾ നിറയെ നല്ല നല്ല വീടുകളുള്ള ഏരിയ ആണ്. ഈ ഒരു മതിൽക്കെട്ട് ഫുള്ള് ഒരു വ്യക്തിയുടെ സ്വന്തമാണ്. അത് വിൽക്കാത്ത ഭൂമിയാണ്. അതുകൊണ്ടാണ് അതിൽ വീടുകൾ വരാത്തത്. മറ്റേ ഈ ഏരിയ ഒക്കെ ഫുള്ള് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണ്. സെന്റിന് 6-6.5 ലക്ഷം രൂപ വരെ വില ഉണ്ട് ഇവിടെ സ്ഥലത്തിന്. പക്ഷെ എന്നിരുന്നാൽ പോലും സ്ഥലം കിട്ടാനിട്ടില്ല. ഫുള്ള് തിക്കായിട്ട് വീടാണ്. അപ്പൊ 12.5 സെന്റ് സ്ഥലത്ത് ഒരു നല്ലൊരു സൂപ്പർ വീട്. അതായത് മേലെ ഒരു റൂമും അതിന്റെ സിറ്റ് ഔട്ടും കാര്യങ്ങളും, അതേപോലെ താഴ്ഭാഗത്ത് 3 റൂം, അങ്ങനെ മൊത്തം 4 റൂം, ഹാള്, കിച്ചണ്, സിറ്റ് ഔട്ട്, വർക്ക് ഏരിയ, ബാത്റൂമുകൾ, എല്ലാ സൗകര്യമുള്ള വീടാണ്. ഓക്കെ, ഈ കാണുന്ന ഗേറ്റ്, ഇതാണ് നമ്മുടെ ഈ വീട്. തൊട്ടടുത്തൊക്കെ വീട്, ഇതാണ് വീട് കേട്ടോ. ഈ വീടിന്റെ ഉൾഭാഗം ഞാൻ കാണിച്ചുതരാം. ഇതാണ് വീട്, ഇതാണ് ഗേറ്റ് തുറന്നത്, ഇതാണ് വീട്. ഈ റോഡ് ഇങ്ങനെ താഴത്തേക്ക് പോയാൽ പൂളക്കുണ്ടിലേക്ക് എത്തും. പൂളക്കുണ്ട് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. അതേപോലെ തന്നെ ഈ റോഡ് ഇങ്ങനെ പോയാൽ കയറമ്പാറ, ഞാൻ പറഞ്ഞില്ലേ 100 മീറ്റർ, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയാണ്. എല്ലാ വണ്ടികളും വരുന്ന റോഡിന്റെ മുൻവശത്തായിട്ടുള്ള വീടാണ്. ഇതിലേക്ക് ഗേറ്റ് കടന്നിട്ട് ഇങ്ങനെ പോയാൽ വീടുകളാണ്, തൊട്ട് വീടുകളാണ് പരിസരം. ഇതാണ് വീട്. നല്ല വിശാലമായ സ്ഥലമാണ്. ഇതാണ് ഇവിടെ ഷീറ്റൊക്കെ മേഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. മുറ്റത്ത് കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതാണ് ഒരു അതിർത്തി. അങ്കരവാടിയാണത്. 1, 2, 3, 4, 10 തെങ്ങോളം ഉണ്ട് ഇതില്. മതിലുണ്ട്, ഫുൾ മതിലാണ്, ഫുൾ മതിൽക്കെട്ടാണ് കേട്ടോ. പന്ത്രണ്ടര സെന്റ് സ്ഥലമാണ് ഇതിലുള്ളത്. സെന്റ് ഒന്നിന് 6-6.5 ലക്ഷം വില ഉണ്ട് ഇവിടെ. പക്ഷെ സാധനം എന്നിട്ട് പോലും കിട്ടാനില്ല. ഫുൾ റൗണ്ട് മതിൽക്കെട്ടുണ്ട് കേട്ടോ. ഇത് ബ്രോക്കർ ഇല്ലാതെ ഓണറെടുത്ത് ഡയറക്റ്റ് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ പറ്റും. ഒരാൾക്ക് 1 രൂപ പോലും ബ്രോക്കറേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട്. വീടിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പുറത്തൊക്കെ പുതിയൊരു ബിൽഡിങ്, കെട്ടിടങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അതിർത്തി ഇത് അവിടെ കഴിഞ്ഞതാ. 12.5 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ. വേണ്ട, ഇതിൽ തൊട്ട് കിടക്കുന്ന ഈ സ്ഥലം ഞങ്ങൾ ഇതിലേക്ക് ഇവർ ആവശ്യപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ല. കാരണം ഇവർ 7 ലക്ഷം രൂപ വില പറഞ്ഞു അത്ര. എന്നിരുന്നാൽ പോലും ഇവർ എടുത്തിട്ട് ഇതിൽ കൂട്ടാന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് ചോദിച്ചു നോക്കുമ്പോൾ അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു എന്നുള്ള അഭിപ്രായമാണ്. മക്കൾ വിളിച്ചപ്പോൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞു.
നമ്മളെ കിണറാണ്. കാർ പോർച്ചാണ് കേട്ടോ. അതേപോലെ ഫ്രണ്ടിൽ ഷീറ്റൊക്കെ മേഞ്ഞ് നല്ല വൃത്തിയായിട്ട്. അത് റോഡാണ്. ഇവിടെ സിറ്റ് ഔട്ടിൽ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട്. പണി നല്ല വൃത്തിയിൽ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണോ സിറ്റ് ഔട്ട്. ഇതേമാതിരി ഫുൾ ഗ്രില്ലൊക്കെ വെച്ച് നല്ല അടിയിൽ ഇതാണ്ടോ ചെരുപ്പുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു സിറ്റ് ഔട്ട്. അടച്ചുറപ്പുള്ള സിറ്റ് ഔട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഹാളിലേക്ക് കിടക്കുകയാണ്. ഈ ഹാളിൽ നിന്നാണ് 1, 2, 3 റൂമിലേക്കും അതേപോലെ കിച്ചണിലേക്കൊക്കെ ഉള്ള, അതേപോലെ മുകളിലേക്ക് കയറിപ്പോകുന്ന കോണിയൊക്കെ ഇതിലാണുള്ളത്. ഇതൊരു റൂമാണ്. അതേപോലെ ഇതൊരു 2ാമത്തെ റൂമാണ്. ആ കാണുന്നതൊരു 3ാമത്തെ റൂമാണ്. പിന്നെ ഇത് കോണി സ്റ്റെയർകേസാണ്. അതേപോലെ മറ്റതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് കിച്ചണിലേക്കുള്ള വഴി. ഇതാണോ. ഇനി ഓരോ റൂമിലേക്ക് നമുക്ക് കിടക്കാം. ഇതാ റൂം. വിശാലമായ റൂമാണ്. ഫർണിച്ചറൊക്കെ ഇതാകുന്നുണ്ട്. അലമാറയൊക്കെ പണിയെടുത്തതാണ്. ഓക്കെ. പിന്നെ ഹാളിലേക്ക് കിടന്നിട്ട് ഇതാ ഈ റൂം. ഈ റൂമിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റൂമിൽ AC ഒക്കെ ഉണ്ടല്ലോ. AC ഒക്കെ ഉള്ള റൂമാണ്. അതേപോലെ ഈ റൂമിൽ എന്താ നല്ല 2 ജനലുകൾ. അത് തുറന്നിട്ട് നല്ല കാറ്റും വെളിച്ചം കിട്ടും. പിന്നെ ഇതാണ്ടോ അലമാറ. അങ്ങനെ ഇത് ബാത്റൂമാണ്. അങ്ങനെ ഈ റൂമിൽ നിന്ന് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വേറെ റൂം. ഹാളിലുണ്ട് AC കേട്ടോ. ശ്രദ്ധിച്ചില്ല. അത് AC ഒക്കെ ഉള്ള റൂമാണ്. ഇത് 2ാമത്തെ റൂമാണ്. അതിൽ AC ഒക്കെ ഉണ്ട്. നല്ല കാറ്റും വെളിച്ചം കിട്ടും. ഈ 2 ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ അല്ല ഇതിനും മറ്റേ അലമാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബാത്റൂമാണ്. ഓക്കെ. ഹാള് വിശാലമായ ഹാളാണ് കേട്ടോ. ഹാളിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മറ്റേ നമുക്ക് വേണമെച്ചെങ്കിൽ കൈ കഴുകാനത്തിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. വിശാലമായ ഹാളാണ് കേട്ടോ. നല്ലൊരു ഫംഗ്ഷന് ഒരു അത്യാവശ്യം ആളുകളൊക്കെ ഇരിക്കാൻ പറ്റുന്ന 2 ഫാനൊക്കെ ഉണ്ടെന്ന് അതിനുള്ള വിശാലത വേണ്ടേ. ഫാന് AC സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കിച്ചനാണ്. അല്ല കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ താഴത്തെ അലമാറകളുണ്ട്. ഇവിടെ ഒരു അലമാറ തമാർക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലമാറ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞമാതിരി ലൈറ്റ് ഇല്ല തോന്നുന്നുണ്ട്. അതിൽ ഇത് വർക്ക് ഏരിയയാണ്. അല്ല സാധനങ്ങളുടെ സ്റ്റോർ റൂമാണ്. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് കിടക്കാം. പുറത്തേക്ക് കിടക്കുമ്പോൾ ഇതാണ്ടോ കഴുകാനും തിരുമ്പാനും അതേപോലെ അമ്മി വെക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രില്ലൊക്കെ ഇട്ട ഒരു ഏരിയ. ഇതിൻ്റെ തൊട്ട് തന്നെയാണ് കിണർ കിടക്കണം കേട്ടോ. പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നിറയെ വീടുകളാണ്. ഒക്കെ VIP ഉദ്യോഗസ്ഥന്മാരൊക്കെ താമസിക്കുന്ന ഏരിയയാണ് കേട്ടോ. സെന്റ് 6-6.5 ലക്ഷം രൂപ വിലയാണ്. ഇത് 12.5 സെന്റ് സ്ഥലമാണ്. ഇതിന് ബ്രോക്കറേജോ മറ്റോ ഒന്നുമില്ല. നേരിട്ട് ഓണറായിട്ടാണ് കച്ചവടം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്രക്ക് വേണമെങ്കിലും താഴ്ത്തി വാങ്ങാം. 60 ലക്ഷം രൂപയാണ് വില പറയുന്നുള്ളൂ. അതും നെഗോഷ്യബിളാണ്. ഇത് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ കയറമ്പാറ എന്ന സ്ഥലത്തിൽ നിന്ന്
100 അടി താഴത്തേക്ക് പോകുന്ന റോഡ്. നേരെ ഓപ്പോസിറ്റുള്ള റോഡ് സെൻട്രൽ സ്കൂളിലേക്കുള്ള റോഡാണ്. ഇത് സെൻട്രൽ സ്കൂളിലുള്ള റോഡല്ലാത്ത ഓപ്പോസിറ്റിൽ പോകുന്ന റോഡിലാണ് ഈ സ്ഥലമുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റെയർകേസിന്റെ മേലെ കൂടെ ഇങ്ങനെ കയറി പോവാണ്. കണ്ടോ, നല്ലൊരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റും കേട്ടോ. നല്ല ഒരു 6-6.5 ലക്ഷം രൂപ വരെ വെച്ചിട്ട് 6 ലക്ഷം രൂപ വരെ വെച്ചിട്ട് തന്നെ വെറും കാലി സ്ഥലത്തിന് 60 ലക്ഷം രൂപ വരല്ലേ. ഇത് 12.5 സെന്റ് സ്ഥലം. 10 സെന്റിന് 60 ലക്ഷം രൂപ വരെ വരും. 12.5 സെന്റ് സ്ഥലമാണ് ഉള്ളത്. അപ്പോൾ ആ 12.5 സെന്റ് കാലി സ്ഥലത്തിന് കൊടുക്കുന്ന റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സൗകര്യമുള്ള ഇത് മുകളിലത്തെ റൂമാണ്. കണ്ടോ, പുറത്തേക്കുള്ള വ്യൂ ആണത്. റോഡാണിത്. നമ്മുടെ കാർ നിൽക്കുന്നത് റോഡാണ്. വീടുകളാണ്. ഓക്കെ, ഈ റൂമിലുള്ള അലമാറയാണത്. നല്ല ഗ്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി അലമാറ. ഇതിലത്തെ ബാത്റൂമാണ്. ഓക്കെ, ഷവറും എല്ലാം നല്ല. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലുള്ള സിറ്റ് ഔട്ടാണത് കേട്ടോ. മുകളിലുള്ള സിറ്റ് ഔട്ടാണത്. എന്താ, നമ്മളെ റോഡാണത്. ഈ സിറ്റ് ഔട്ട് ഇങ്ങനെ കിടക്കാണ് എൽ ഷേപ്പിൽ. നല്ല കാറ്റ് കൊള്ളാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നിറയെ വീടുകളാണ്. അപ്പൊ സുഹൃത്തുക്കളെ, കാലി സ്ഥലത്തിന്, ഇവിടുത്തെ കാലി സ്ഥലത്തിനേക്കാളും വില കമ്മിയായിട്ട് ഈ 2 നില വീടോടുകൂടെ ആർക്കെങ്കിലും സ്ഥലം വേണമെങ്കിൽ അങ്ങനെ വേണത്തെ നമുക്ക് പാത്രങ്ങളൊക്കെ കൊടുത്തിട്ടാണ് താമസം തുടങ്ങാൻ പറ്റുന്ന എല്ലാ പണിയും കഴിഞ്ഞൊരു വീട് വേണമെങ്കിൽ ചെറുതായിട്ടൊരു പെയിന്റ് അടിക്കുക. അങ്ങനെയുള്ളൊരു വീട് ആവശ്യമുള്ളവർ വിളിച്ചോളി. വിളിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വിളിക്കാൻ കൊടുക്കുന്ന നമ്പർ, എൻ്റെ നമ്പർ ഉണ്ടാവും യൂട്യൂബറെ, പിന്നെ ഓണറുടെ നമ്പറുണ്ടാവും. നമുക്കൊന്നും തരേണ്ട ആവശ്യമില്ല. ഓണറായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാം. ഓക്കെ, ഒരാൾക്കും ഒരു ബ്രോക്കറേജും കൊടുക്കണ്ട. അതും നിങ്ങൾക്ക് 60 ലക്ഷം പറയുന്നത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിനനുസരിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വാങ്ങാം. വീട് പൊളിച്ചു മാറ്റി കഴിഞ്ഞാലും ഈ സ്ഥലത്തിന് അതിനേക്കാൾ റേറ്റ് കിട്ടും. അപ്പോൾ വീടോടുകൂടി വീട് 15,000 രൂപ വെച്ചിട്ട് വാടകയ്ക്ക് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. കാരണം അത് ആള് വന്നാൽ കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതൊരാൾ വാങ്ങിയിടുകയാണെന്ന് വെച്ചെങ്കിൽ 10-15 രൂപ വാടക കിട്ടും. പറ്റുന്ന ആളുകളുണ്ട് വെച്ചാൽ വിളിച്ചോളി. ഓക്കെ, നമ്മൾ ഈ പോവാനുള്ള പരിപാടി ഗേറ്റിൻ്റെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ വീട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ദൂരം ഉണ്ട് നോക്കാം. ഇപ്പോ റോഡ് തിരിച്ചു പോവാണ് കേട്ടോ. കയറം പാർക്ക്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണ്. വിലമതിക്കുന്ന ഏരിയയാണ്. ചെറിയൊരു കാശിന് ഈ സ്ഥലം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഓണറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് ബ്രോക്കറേജ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഒരാൾക്കും 1 രൂപയും. ഇനി എൻ്റെ നമ്പറിൽ വിളിച്ചാൽ പോലും ഞാൻ ഡയറക്റ്റ് നമ്പർ ഓണറെ മറ്റേ ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പശയ്ക്ക് വാങ്ങിത്തരും. നമുക്ക് 1 രൂപയും തരേണ്ട ആവശ്യമില്ല.
മെയിൻ റോഡാണ്. അതാണ് മെയിൻ റോഡ്. ആ വണ്ടി നിൽക്കുന്നത് മെയിൻ റോഡാണ്. ഓക്കെ, പിന്നെ ഓപ്പോസിറ്റിലുള്ള ആ റോഡ് അത് സെൻട്രൽ സ്കൂളിൻ്റെ അവിടേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡ് പാലക്കാട്ടേക്ക് ഇങ്ങോട്ട് പോകുന്നത് ഈ പാലക്കാട് റോഡാണ്. ഇത് ഒറ്റപ്പാലം റോഡാണ്. ഓക്കെ, കയറമ്പാറ. ശരി.